അപ്പോൾ മക്കളെ നമുക്ക് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റെസിസ്റ്റേഴ്സിന്റെ പാർട്ടിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. റെസിസ്റ്റർ 6 ohm 3 ohm ആൻഡ് 6 volt ബാറ്ററി ആർ ഗിവൺ. അപ്പൊ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. R1 റെസിസ്റ്റർ 6 ohm ഉണ്ട്. പിന്നെ R2 അടുത്ത റെസിസ്റ്റർ എത്ര തന്നിരിക്കുന്നത് 3 ohm. ഇങ്ങനെ രണ്ട് റെസിസ്റ്റർ ഉണ്ട്. എത്ര വോൾട്ട് ബാറ്ററിയാണ്? 6 വോൾട്ടിന്റെ ബാറ്ററി. ഇത് മൂന്നും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം അല്ലെ? ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം, അതിനനുസരിച്ച് നമുക്ക് ആൻസറും നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം കണക്ടിങ് ദം ഇൻ പാരലൽ ആയിട്ട് ഇവയെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ നോക്കാം അല്ലെ? നമുക്ക് എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരക്കേണ്ടത്? പാരലൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ രണ്ട് റെസിസ്റ്റർ ഉണ്ട് ഇവിടെ തന്നതുപോലെ തന്നെ, ഈ ഒരു ഫിഗറിൽ തന്നതുപോലെ തന്നെ. അതിൽ റെസിസ്റ്റർ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, R1 റെസിസ്റ്റർ, R2 റെസിസ്റ്റർ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണം വരക്കാം കേട്ടോ മക്കളെ. ഞാനിപ്പോ ഇത് ഇങ്ങനെ രണ്ട് റെസിസ്റ്റർ ഉണ്ടെന്ന് അറിയാം. നമ്മൾ അതിനെ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്താണ് സർക്യൂട്ട് വരക്കുന്നത് ഇങ്ങനെയാണ് പാരലൽ ആയിട്ട്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് R1, ഇത് R2 അല്ലേ? ഇത് R1 എന്ന് പറയുന്നത് 6 ohm, R2 എന്ന് പറയുന്നത് 3 ohm ആണ് അല്ലെ? അതും കൂടി മാർക്ക് ചെയ്ത് വെക്കുക. നല്ല വൃത്തിക്ക് വരക്കണേ. ഇപ്പൊ റഫ് സ്കെച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമ്മൾക്ക് എന്താ വേണ്ടത്? ഒരു 6 volt ബാറ്ററി വേണം. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ തന്നെ വരക്കണം. പിന്നെ ഒരു സ്വിച്ചും കൂടി ആയാലും എന്തായി മക്കളെ, ഇതൊരു പാരലൽ കണക്ഷനിലുള്ള ഒരു എന്താണ് സർക്യൂട്ട് ഡയഗ്രാമായി. ഇത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പാസ്സായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? എന്താ ഇക്വേഷൻ? പെൻസിൽ മാറ്റട്ടെ. പെൻസിൽ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള തിക്നെസ് ഉള്ള എന്തെങ്കിലും എടുക്കാം. എന്താ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? പാരലലിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് രണ്ട് ഇക്വേഷൻ ഉണ്ട്. 1/R1 പ്ലസ് 1/R2 അല്ലെങ്കിൽ എന്തുണ്ട് മക്കളെ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്കുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെ? R1 R2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയില്ല മക്കളെ? 6ഉം 3ഉം. അപ്പൊ 6 into 3. R1 R2 എന്ന് പറഞ്ഞാൽ R1 into R2 എന്നാണ്. അപ്പൊ 6 into 3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ 6 പ്ലസ് 3 എത്ര വരും മക്കളെ? 6 into 3 18. 6 പ്ലസ് 3 9. 18/9 എത്രയും മക്കളെ? 2 ohm. അപ്പൊ എളുപ്പമല്ലേ? എത്രയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ കിട്ടിയത്? 2 ohm ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കാൽക്കുലേറ്റ് ദി കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ R1ലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I1, R2ലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I2. ഇങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഐന്റെ ഇക്വേഷൻ അറിയണം. നമുക്കറിയാം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V is equal to IR ആണ്. എന്താണ്? V is equal to IR ആണ് ഓംസ് ലോ. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ വരും മക്കൾ? I is equal to V by R. V എന്ത് ചെയ്യുക? R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് I കിട്ടും. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറഞ്ഞാൽ എന്താണ്? I1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? I1 is equal to V by R1. V by R1. ഇവിടെ V എത്രയാ? അപ്പൊ നമ്മളെ ഇക്വേഷൻ V by R1 ആണ്. പാരലൽ സർക്യൂട്ടിൽ എന്താ പ്രത്യേകത? വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ് മക്കളെ? 6 volt ആണ് അല്ലെ? 6 volt ആണ്. അപ്പൊ 6 Vക്ക് പകരം 6 കൊടുക്കുന്നു. R1 എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ohm ആണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു, 6 ohm ആണ്. അപ്പൊ 6/6 എത്ര വരും കറണ്ട്? 1 ആംപിയർ. എത്ര വരും മക്കളെ? 6/6 എന്ന് പറയുന്നത് 1 ആംപിയർ. ഒന്നാമത്തെ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കിട്ടിയില്ല. ഇനി രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെ കറണ്ട് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണ്ടേ? I2 ഈസ് ഈക്വൽ ടു V ബൈ R1ന് പകരം എന്ത് കൊടുക്കുക? R2 കൊടുക്കുക. V by R2. V എത്രയാ മക്കളെ? സെയിം ആണ് 6. R2 ഇവിടെ എത്രയാ വരുന്നത്? നമുക്ക് R2 എത്രയാ കിട്ടിയത്? 3 ohm ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ 6/R2 എന്ന് പറയുന്നത് 3 കൊടുക്കുക. 6/3 എത്രയാണ്? 2 ആംപിയർ. കറണ്ട് അല്ലേ? 2 ആംപിയർ. അങ്ങനെ നമുക്ക് 1 ആംപിയറും 2 ആംപിയറാണ് കിട്ടുന്നത് ഓരോ റെസിസ്റ്ററിലൂടെ. അപ്പം ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കി പഠിക്കുക.